നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹത്തെക്കുറിച്ചാണ്. ഒരുപാട് പേർക്കറിയാവുന്ന അല്ലെങ്കിൽ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൊരു കാര്യമാണിതല്ലേ? പക്ഷേ ഇതിനെ പേടിക്കേണ്ട ഒന്നായിട്ടല്ല, മറിച്ച് ശരിക്കും മനസ്സിലാക്കി കൂടെ കൊണ്ടുപോകേണ്ട ഒന്നായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരം ഒരു വണ്ടി പോലെയാണെന്ന്? വണ്ടിക്ക് ഓടാൻ പെട്രോൾ വേണ്ടേ? അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും പണിയെടുക്കാൻ ഒരു ഇന്ധനം വേണം. അതാണ് രക്തത്തിലെ പഞ്ചസാര, നമ്മൾ ഗ്ലൂക്കോസ് എന്ന് വിളിക്കുന്ന ആള്. അപ്പോൾ എന്താണ് ഈ പ്രമേഹം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ശരീരം ഈ ഇന്ധനത്തെ, അതായത് ഗ്ലൂക്കോസിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ വരുമ്പോഴുള്ളൊരവസ്ഥ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പഞ്ചസാര മുഴുവൻ രക്തത്തിലിങ്ങനെ കെട്ടിക്കിടക്കും. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അതാണ് അടുത്ത ചോദ്യം. രോഗനിർണയം എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെപ്പറ്റി അറിയാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാണത്. ഇത് കണ്ടുപിടിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. സാധാരണയായി ഒരു 4 തരം ബ്ലഡ് ടെസ്റ്റുകളാണ് ഇതിനായിട്ടുള്ളത്. ഒന്നാമത്തത് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ്, അതായത് നമ്മൾ വെറും വയറ്റിൽ ഷുഗർ നോക്കുന്നത്. പിന്നെ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഒരു മധുരമുള്ള വെള്ളം കുടിപ്പിച്ച് നമ്മുടെ ശരീരം അതിനോടെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് HbA1c. ഇത് നിങ്ങളുടെ കഴിഞ്ഞൊരു 2-3 മാസത്തെ ആവറേജ് ഷുഗർ ലെവലാണ് കാണിക്കുന്നത്. പിന്നെ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ഉണ്ട്, അത് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നോക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലക്ഷണങ്ങളൊന്നും വരുന്നതിന് മുൻപേ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു 8 മണിക്കൂറെങ്കിലും ഒന്നും കഴിക്കാതെ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ ഷുഗർ ലെവല് 126 mg/dl അതിൽ കൂടുതലോ ആണെങ്കിൽ അവിടെ പ്രമേഹത്തിൻ്റെ ഒരു സൂചനയുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ HbA1c ടെസ്റ്റ്. ഇത് കഴിഞ്ഞ 2-3 മാസത്തെ ഒരു ശരാശരി കണക്കാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് 6.5% അതിന് മുകളിലോ ആണെങ്കിൽ അതും പ്രമേഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഈ നമ്പറുകളൊക്കെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ്. ഇനി പ്രമേഹത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാലേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇത് പറഞ്ഞ് പേടിപ്പിക്കാനല്ല, മറിച്ച് നേരത്തെ അറിഞ്ഞാൽ നമുക്കത് തടയാമല്ലോ. അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം, അല്ലേ? ഈ സ്ലൈഡിൽ കാണുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളും. കണ്ടില്ലേ? ഹൃദ്രോഗം, കിഡ്നി പ്രശ്നങ്ങൾ, ഞരമ്പുകളുടെ തകരാറ്, ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്കിതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാം. പ്രായം, പാരമ്പര്യം, അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല, ശരിയാണ്. പക്ഷെ ബാക്കിയുള്ളവയോ? അത് നമ്മുടെ കയ്യിലാണ്. ഇവിടെ പറയുന്നൊരു കാര്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, പ്രമേഹം നല്ലപോലെ കൺട്രോൾ ചെയ്യുകയും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള സാധ്യത നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇത് തരുന്നൊരു ആത്മവിശ്വാസം ചെറുതല്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെക്കുറിച്ച് സംസാരിക്കാം. ഇതിനെ ഒരു ഗെയിം പ്ലാനായിട്ട് തന്നെ കാണാം. നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ജീവിതം അടിച്ചുപൊളിക്കാനുമുള്ള ഒരു സ്ട്രാറ്റജി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ? 1. ബ്ലഡ് ഷുഗർ ലെവൽ നോർമലിനോട് എത്രത്തോളം അടുപ്പിച്ചു നിർത്താമോ അത്രയും നല്ലത്. 2. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസിനെ തടയുക അല്ലെങ്കിൽ പരമാവധി വൈകിപ്പിക്കുക. 3. നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം ഹൈ ബ്ലഡ് പ്രഷർ പോലുള്ള മറ്റു റിസ്കുകളെയും നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടില്ലേ? ഇത് വെറും ഷുഗർ കുറയ്ക്കുന്നൊരു പരിപാടിയല്ല, മൊത്തത്തിലുള്ള ആരോഗ്യത്തിനാണ് ഫോക്കസ്. പ്രമേഹത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പലരും വിട്ടുപോകുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് രക്തത്തിലെ കൊഴുപ്പും കൊളസ്ട്രോളും. ഇതും പ്രമേഹവും തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് നോക്കാം. ഡിസ്ലിപ്പിഡീമിയ. ആ വാക്ക് കേട്ട് പേടിക്കൊന്നും വേണ്ട. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെയും മറ്റു കൊഴുപ്പുകളുടെയും അളവ് താളം തെറ്റുന്നൊരവസ്ഥ. പ്രമേഹമുള്ളവരിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ശ്രദ്ധിക്കണം. പ്രമേഹമുള്ളവരിൽ ഈ കൊളസ്ട്രോൾ പ്രശ്നത്തിന് ചില പ്രത്യേകതകളുണ്ട്. സാധാരണയായി ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരുതരം കൊഴുപ്പ് രക്തത്തിൽ കൂടും. അതേസമയം നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല കൊളസ്ട്രോളായ HDLന്റെ അളവ് കുറയുകയും ചെയ്യും. പോരാത്തതിന് കൂടുതൽ അപകടകാരിയായ ചെറിയ LDL പാർട്ടിക്കിൾസ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് രക്തക്കുഴലുകൾക്ക് പണി കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം വ്യക്തമാണ്. ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇതുപോലുള്ള വലിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടും. അപ്പോൾ ഷുഗർ നോക്കുന്നതിനോടൊപ്പം കൊളസ്ട്രോൾ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ വളരെ അത്യാവശ്യമാണ്. പക്ഷേ നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നല്ല ഭക്ഷണം, കൃത്യമായ വ്യായാമം, ഇതൊക്കെയാണ് ബേസിക്സ്. അതോടൊപ്പം ഡോക്ടർ പറയുകയാണെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള സ്റ്റാറ്റിൻ പോലുള്ള മരുന്നുകളും എടുക്കാം. അപ്പോൾ വഴികളുണ്ട്. അപ്പോൾ
ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു നോക്കിയാലോ? ഒന്നാമതായി, പ്രമേഹം കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ബ്ലഡ് ടെസ്റ്റുകളിലൂടെയാണ്. രണ്ടാമതായി, പല കോംപ്ലിക്കേഷൻസും നമ്മുടെ കൺട്രോളിലാണ്. മൂന്നാമതായി, ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളും ഡോക്ടറും ചേർന്നുള്ള ഒരു ടീം വർക്കാണ്. ഏറ്റവും പ്രധാനമായി, ഹൃദയത്തെ സംരക്ഷിക്കാൻ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ മറക്കരുത്. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യയാത്രയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും.